ജീവന്റെ ഓരോ അണുവിലും കല ലയിപ്പിച്ച പ്രതിഭ. മലയാള സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തിന് മറ്റൊരു മാനം നൽകിയ ചലച്ചിത്രകാരൻ ഭരതൻ. മണ്ണിനെ പൊള്ളിച്ച് ക്ഷണനേരം കൊണ്ട് കടന്നുകളയുന്ന കൊള്ളിയാനെന്നാണ് ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. സത്യമല്ലേ, 50-52 വയസ്സിനുള്ളിൽ ഭരതൻ എന്ന വ്യക്തി സൃഷ്ടിച്ചൊരു കലാലോകം ചെറുതല്ല. നിറക്കൂട്ടുകളുടെ തോഴനായ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട രാഗമാണ് കർണാടക സംഗീതത്തിലെ ഹിന്ദോള രാഗമെന്ന് അദ്ദേഹത്തിനോട് വളരെ അടുപ്പമുള്ള പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാ പടങ്ങളും വേണമെങ്കിൽ നോക്കിക്കൊള്ളൂ. എല്ലാ പടങ്ങളും ഒന്നിൽ മധ്യമാവതിയുടെ ഒരു ചുവയുണ്ടാകും, അല്ലെങ്കിൽ ഹിന്ദോളത്തിൻ്റെ ഒരു ചുവയുണ്ടാകും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹിന്ദോളാണെങ്കിലും ഹിന്ദോള രാഗപ്രിയനാണ് എല്ലാം. അങ്ങനെ നോക്കുമ്പോൾ മിക്ക ഭരതൻ ചിത്രങ്ങളിലും ഹിന്ദോള രാഗത്തിലുള്ളതോ അല്ലെങ്കിൽ അതിന്റെ ഛായയുള്ളതോ ആയ പാട്ടുകൾ ധാരാളമാണ്. 1982 മികച്ച സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച മർമരം എന്ന സിനിമയിലെ കർണാമൃതം കണ്ണന് കർണാമൃതം, 1986 പുറത്തിറങ്ങിയ പ്രണാമത്തിലെ താളം മറന്ന താരാട്ടു കേട്ടിൻ തേങ്ങും മനസ്സിനൊരാന്തോളനം, ക്ലാസിക് ചിത്രമായ വൈശാലിയിൽ ഒരു പാട്ടല്ല 2 പാട്ടാണ് ഇതേ രാഗത്തിലുള്ളത്. ഇന്ദ്രനീലമയോലും മറ്റൊന്ന് തേടുവതേതൊരു ദേവപദം. അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ചമയം എന്ന സിനിമയ്ക്ക് വേണ്ടി ജോൺസൺ മാസ്റ്റർ ഒരുക്കി ഒരു സൂപ്പർ ഹിറ്റ് ഹിന്ദോള ഗാനം. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ. 1993 ഇറങ്ങിയ പാഥേയം എന്ന സിനിമയിലുണ്ടായിരുന്നു ഇതേ രാഗത്തിലുള്ള ഒരു പാട്ട്. രാസനിലാവിന് താരുണ്യം രാവിന് മായിക ഭാവം. 1996 ദക്ഷിണേന്ത്യയെ മുഴുവൻ ഇളക്കിമറിച്ച ദേവരാഗം എന്ന സിനിമയിലെ ഈയൊരു ഹിന്ദോള ഗാനത്തിന് ഒരിക്കലും മങ്ങാത്ത ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ. ഈയൊരു രാഗത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ സ്വന്തമായൊരു ചിത്രത്തിന് സംഗീതം നൽകുമ്പോൾ ആ പാട്ട് ഈ രാഗത്തിലായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കേളി എന്ന സിനിമയ്ക്ക് വേണ്ടി ഭരതൻ സംഗീതം ചെയ്ത ആ സൂപ്പർ ഹിറ്റ് ഗാനവും ഹിന്ദോള രാഗത്തിലാണ്. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി